ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. പ്രാർത്ഥനയുടെ അനുകരണീയമായൊരു മാതൃകയാണിത്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിരത്തി അവയ്ക്ക് പരിഹാരം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ അവസാനിപ്പിക്കാതെ, ദൈവമേ, അങ്ങയുടെ ഹിതം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന മനോഭാവത്തിലേക്ക് വളരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം 469 നമ്പറിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ദൈവവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ബന്ധത്തിൽ ദൈവഹിതം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെയും സന്തോഷത്തെയും ആശ്ലേഷിച്ചുകൊണ്ടുള്ള അംഗീകാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കരച്ചിലാണ് പ്രാർത്ഥന. ഈ നോമ്പിൽ നമ്മുടെ നന്മകൾക്കും നൊമ്പരങ്ങൾക്കും ഒരേപോലെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് പൂർണ്ണമാക്കാം. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ നമുക്കും പറയാം: ഇതാ ഞാൻ, കർത്താവിൻ്റെ ദാസൻ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. നല്ല ദൈവം നമ്മെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.